വീണ്ടും മോഹൻലാലിനോടൊത്ത് ഒന്നിക്കുകയാണ്. ഇത്രയും വർഷങ്ങളിലെ ഒരു മാറ്റമാണ്. മോഹൻലാൽ എന്ന നടനുമായിട്ട് പേഴ്സണലി നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിങ്ങിലും ആയിരിക്കാം, അല്ലെങ്കിൽ ചേട്ടന് പേഴ്സണലി അദ്ദേഹത്തെ അറിയായിരിക്കാം. എനിക്ക് ഒരു കോ ആർട്ടിസ്റ്റുള്ള രീതിയിൽ കവിഞ്ഞിട്ട് അധികം അദ്ദേഹമായിട്ട് അടുപ്പോ ബന്ധമോ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം അദ്ദേഹത്തിനോടൊപ്പം ചിത്രങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മോഹൻലാൽ ഫാൻ ഞാനാണെന്നാണ്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ മഞ്ഞിലുരിഞ്ഞ പൂക്കൾ എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ഏർലി കോളേജ് സ്റ്റഡീസിലൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ ഒരുമിച്ച് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമയാണ്. മനസ്സിലായില്ലേ? അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ മനസ്സിലായി. ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, എനി ക്യാരക്ടർ, മനസ്സിലായില്ലേ? അദ്ദേഹം ഇടയ്ക്ക് സ്ഥിരമായിട്ട് കുറേ പടങ്ങളിൽ മീസ് ഇങ്ങനെ പിരിച്ചിട്ട് ഒരേ ടൈപ്പ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം കണ്ട് കൈയടിച്ചിട്ട് എനിക്ക് തന്നെ പിന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്. വൈ ഷുഡ് ഹി ഡു ദ സെയിം. പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം സത്യനന്ദിക്കാടിൻ്റെ കൂടെയും പ്രിയൻ സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് പടങ്ങൾ മലയാളത്തിൽ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നറിയോ, അവർക്കൊക്കെ ഇദ്ദേഹത്തിന് നല്ല നല്ല വെറൈറ്റി കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റി കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം. അദ്ദേഹം ഒരുപാട് മീശ പിരിച്ചു എന്നാണ് ഉള്ള വിശ്വാസമുള്ളത്. മഹേഷേട്ടൻ പറഞ്ഞപ്പോൾ, മഹേഷേട്ടൻ ഏറ്റവും വലിയ ഫാൻ എന്ന് പറഞ്ഞപ്പോൾ സുകുമാരി അമ്മ ഒരു ലാലേട്ടനെ കുറിച്ചുള്ള പ്രോഗ്രാമിൽ പറയുകയുണ്ടായി, മോഹൻലാലിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് തോന്നുന്നു നമ്മളാണ് പുള്ളിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. പക്ഷെ അതുപോലെയാണ് ഓരോ ആൾക്കാരും, അത്രയ്ക്കും ഡെപ്താണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു. അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല ആ ഭാഗ്യം, അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. ഇപ്പം ഇന്നസെന്റ് ഏട്ടൻ എന്തു പറഞ്ഞാലും ആർക്കും ഒരു അലോഹ്യം തോന്നില്ല. മനസ്സിലല്ലേ? എന്ത് വേണമെല്ലാം പറയാം. ഇപ്പൊ നമ്മൾ ചീത്തയായിരിക്കും ചിലപ്പോൾ പറയാ, എന്നാൽ പോലും നമുക്ക് അദ്ദേഹത്തിനോട് ഒരു അലോഹ്യം തോന്നില്ല. അതുപോലെ തന്നെ സ്നേഹിച്ചാൽ ഒട്ടും മതിയാവാത്ത ഒരു വ്യക്തിത്വമാണ് ലാൽ സാറിന്റെ. മനസ്സിലല്ലേ? കാരണം എന്താ പറഞ്ഞാല് അദ്ദേഹം ചെയ്ത പല കഥാപാത്രങ്ങൾ കൂടി നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് കൊണ്ടും ഒപ്പം ഇത്ര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ളൊരു വ്യക്തി. ഞാൻ അദ്ദേഹം ദേഷ്യപ്പെടുന്നു എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് നാളുകളാണ് അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്തത്. ഒരുമിച്ച് സീൻസ് നിങ്ങൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത്രയും അല്ല, ആസ് എനി ആക്ടിങ് വിത്ത് മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ദൈവമേ, വലിയ ലോകത്തിൽ തന്നെ ഒരു മഹാനായ ഒരു നടൻ. ഇപ്പം അദ്ദേഹം ഈ കേരളത്തിലല്ലാണ്ട് ഇന്ത്യയിലല്ലാണ്ടൊക്കെ ജനിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തായാലും നടന രംഗത്ത് തന്നെ വരികയും ചെയ്തതന്നെ, അങ്ങനെ ഹോളിവുഡിൽ കാണുകയും ചെയ്തതന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും മഹാനായൊരു നടനാണ്. അദ്ദേഹം ജനിച്ചത് തന്നെ ഒരു നടനാകാൻ വേണ്ടിയാണ്. അപ്പം ആ ഒരു നടനോട് അഭിനയിക്കുമ്പോൾ നമുക്കൊരു ആദ്യം എന്താ പറയേണ്ടത്, ദൈവമേ ഇദ്ദേഹത്തിനോടാണല്ലോ നമ്മൾ ചെയ്യണമെന്ന് തോന്നും. പക്ഷേ ഒരു സെക്കൻഡേ ഉള്ളത്. നമ്മൾ അഭിനയിച്ച് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ആ ഒരു കഥാപാത്രമായി തീരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആ കഥാപാത്രത്തെ മാത്രം അദ്ദേഹത്തിന് കാണുന്നത്. അതാണ് പറഞ്ഞത്, ബിഗ് സ്ക്രീനിൽ കാണുന്ന അതേ ലാൽ സാറിൻ്റെ ആ കഥാപാത്രം തന്നെയാണ് നമ്മൾ ഓൺ ഫ്ലോറിൽ നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? എന്ത് പെട്ടെന്നാണെന്നറിയാം അദ്ദേഹം അതിലോട്ട് അങ്ങ് ലയിക്കുന്നത്. ഇപ്പം സതയത്തിൽ ആ രണ്ട് കുട്ടികളെയും പിന്നെ എന്നെയും ഒക്കെ കൊല്ലുന്ന ആ സീക്വൻസിൽ അതിന് മുമ്പായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ട് പുള്ളിയുടെ. അതായത് ഈ രണ്ട് കുട്ടികളെ കൊല്ലും മുമ്പ് ഒരു വലിയ ഡെവിളിൻ്റെ ഫേസ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആദ്യത്തെ കുട്ടിയോട് പുള്ളി ആ വേറൊരു ലോകത്തായിരുന്നു ആ സീൻ എടുക്കുമ്പോൾ. പക്ഷെ കട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടം തന്നെ മോഹൻലാലിനെ കാണാം ആസ് എ ഹ്യൂമൻ ബീങ്. പക്ഷേ ആ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അത് വല്ലാത്തൊരു വൈബ്രേഷനാണ്. അത് വർണ്ണിക്കാൻ പറ്റില്ല കേട്ടോ, അതൊന്നും വർണ്ണിക്കാൻ വാക്കുകളില്ല. എന്തൊരു ഡെപ്തിൽ അങ്ങനെ ഡയലോഗ് പോലും പ്രോംപ്റ്റിങ് വേണ്ട അദ്ദേഹത്തിന്. ഇങ്ങനെ ആ ഒരു ഈണം പോലെ ഇങ്ങനെ അദ്ദേഹം അതിലോട്ട് അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭാഗ്യം ഉണ്ടായാലും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയും. അത്ര മനോഹരം. അതാണ് പറയുന്നത്. അപ്പം ഒരു കഥാപാത്രത്തിലോട്ട് അദ്ദേഹം നമ്മളൊക്കെ എന്താണ് പറയുന്നത്, മേലങ്കി അണിഞ്ഞു എന്നൊക്കെ പറയുന്ന സമയം പോലും വേണ്ട അദ്ദേഹത്തിന്. ആ ഒരു സെക്കൻഡ് അത്രത്തോളം അദ്ദേഹം സ്റ്റഡീഡാണ്. ഇറ്റ്സ് ലൈക്ക് എ ഓപ്പൺ ബുക്ക്. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ അപ്പോഴേ അങ്ങ് ബ്ലോട്ട് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് അദ്ദേഹം. അത്രയും കഴിവുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വളരെ വിരളമാണ് നമുക്ക്. സതയൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു പക്കാ നെഗറ്റീവ് ഷെയ്ഡുള്ള ആരും അത്രയ്ക്കും വെറുതെ പോകുന്നൊരു ക്യാരക്ടർ. അത് ചെയ്തപ്പോ അമ്മ ആ സമയത്ത് ഈ സിനിമ കണ്ടായിരുന്നു? ഈ സിനിമ സതയം കണ്ടു അല്ലേ? സതയം പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷമൊക്കെ ആയതുകൊണ്ടും പിന്നെ അമ്മ കുറേ കൂടെയൊക്കെ എന്താ പറയേണ്ടത്, ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് ആണ് അമ്മ ആ സിനിമ കണ്ടത് സതയം. പക്ഷെ അമ്മ പറഞ്ഞത് യു ഡൺ എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞു. പക്ഷെ മുദ്ര കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സ്ത്രീ എന്നെ പ്രാഗിയായിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ. ആർക്കുണ്ടായി എന്നൊക്കെ ഉള്ള രീതിയിലൊരു സംസാരം. അപ്പൊ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മയെ ഞാൻ കാണിച്ചിട്ട് ഇറങ്ങി വരുന്നല്ലേ. അപ്പൊ അമ്മേന്റെ കൈ പൈതൊക്കെ ഞെക്കി പിടിച്ചു.
ഇമാതിരി വേഷമൊക്കെ വേണോ എന്ന് ചോദിച്ചിട്ടാണ് അടുക്കളയിൽ പോയിട്ട് പിന്നെ മുളകും കടുവും കൊണ്ടൊക്കെ. അല്ല, അത്രത്തോളം നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാനും തോന്നുന്നത്. അതൊരു ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആണ്. എന്നാലും ആരെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഏത് അമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരു ഞെട്ടൽ അമ്മയ്ക്കും ഉണ്ടായി. ബട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ സിദ്ദിഖ് സാറിൻ്റെയൊക്കെ ഈ ഡയലോഗ് ഡെലിവറിങ്ങിൻ്റെ ഒരു കഴിവ്. ഞാനിവിടെ ആക്ച്വലി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റിനെ പോലെ നിൽക്കുകയാണ് ഈ ഒരു സെറ്റിൽ. ബിക്കോസ് ലാൽ സാറിൻ്റെ നടനാചാതുര്യം, സിദ്ദിഖ് സാറിൻ്റെ ഡയലോഗ് ഡെലിവറി, അത് മോഡുലേഷൻ, നമ്മൾ അഭിനയിക്കുമ്പോഴും ഡയലോഗ് മോഡുലേറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ സിദ്ദിഖ് സാറിൻ്റെ അഭിനയം കാണുമ്പോൾ നമുക്കറിയാം. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഹ്യൂമർ ചെയ്യുന്നത്. അത് അങ്ങനെ ഞാൻ പറയില്ലേ. പിന്നെ ഓഫ് കോഴ്സ് പ്രിയൻ സാറിൻ്റെ ഡയറക്ഷൻ, പിന്നെ ഇപ്പോൾ ഇതിനകത്ത് പുതുമുഖമായിട്ട് അഭിനയിക്കുന്ന കീർത്തി, നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ മാനേജറിൻ്റെ മോള്, ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമയാണെന്ന് ആ കുട്ടിയുടെ അഭിനയം കണ്ടാൽ പറയില്ല. അതിൽ നിന്നും പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയുടെ അഭിനയത്തിൻ്റെ കഴിവിൽ നിന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ശരിക്കും യൂണിവേഴ്സിറ്റി കോളേജിൽ ആദ്യമായിട്ട് എത്തിയ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റിൻ്റെ ഒരു എഫക്റ്റിൽ ഇരുന്നിട്ടാണ് ഞാനിത് കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചേട്ടൻ നടത്തുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഓൺ ദ സ്പോട്ടാണോ ചെയ്യുന്നത്, അതോ ക്യാരക്ടർ? സാറിന് ഓൺ ദ സ്പോട്ടിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷനാണ് ഇഷ്ടം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മുൻധാരണകളൊന്നും ഇല്ലാണ്ട് അവിടെ വന്നിട്ട് ദെൻ ഹൗ യു റിയാക്ട് അക്കോർഡിംഗ് ടു ദി ആ സമയത്തുള്ള അവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഹൗ യു റിയാക്ട്, അതാണ് സാറിന് ഏറ്റവും. അതുകൊണ്ടാണ് സാർ ഒരു കാലത്ത് സ്ലാപ്സ്റ്റിക് കോമഡിയുടെ ഒരു മെയിൻ ആളായിരുന്നു, അറിയാലോ. സാറിന് അതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെങ്ങനെ അപ്പോൾ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് അവിടെ പോയി നിൽക്കുക, പെട്ടെന്ന് നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കുക. സാറ് സ്ട്രേറ്റ് അവേ ടു ടേക്ക് ആണ്, അല്ല നോ റിഹേഴ്സൽ. സ്ട്രേറ്റ് അവേ ടു ടേക്ക് ആണ്. ടേക്ക് എടുത്തിട്ട് ശരിയായില്ലെങ്കിൽ വിൽ ഗോ ഫോർ അനദർ ടേക്ക്, ബട്ട് സ്ട്രേറ്റ് അവേ ടു ടേക്ക് ആണ്. അതും എനിക്കൊരു പുതിയ അനുഭവമാണ്. കാരണം നമ്മൾ സാധാരണ 1, 2, 3 റിഹേഴ്സലൊക്കെ നോക്കി എല്ലാം പക്കയായിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുക. അതിന് നമ്മൾ പ്രധാനമായിട്ടും നന്ദി പറയേണ്ടത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയാണ്. ഈ നമുക്ക് ഫിലിം വേണ്ട, ഇപ്പോൾ റെഡ് പോലുള്ള നല്ല ക്യാമറകളൊക്കെ വന്നിട്ട് വേസ്റ്റ് ആവുന്നില്ല ഒന്നും, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിനെ പോലുള്ളവർക്ക് അതും ഒരു വലിയ ആശ്വാസമായിരിക്കും. നമുക്കും ആശ്വാസമാണ്, നമ്മളുമായിട്ട് ഒന്നും വേസ്റ്റ് ആയില്ലല്ലോ, സ്വന്തം സമയമല്ലേ പോയുള്ളൂ എന്നുള്ള. പക്ഷേ താങ്ക് ഗോഡ്, ഐ എം താങ്കിങ് ടു ഗോഡ് കേട്ടോ. ഇതുവരെ ഞാനായിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല, മറ്റവരായിട്ടും അങ്ങനെ അധികം പ്രോബ്ലം ഒന്നും വരുന്നുമില്ല. മാത്രമല്ല കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗീവ് ആൻഡ് ടേക്ക് കൂടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുമ്പോൾ അതിനുള്ള റിയാക്ഷൻസും ഒക്കെ നമുക്ക് പെട്ടെന്ന് വരുമല്ലോ. നല്ലൊരു ക്ലാസ്സാണ് ആക്ച്വലി. ഈ സിനിമയുടെ ടോട്ടാലിറ്റി അറിയാവുന്ന ആളെന്ന നിലയിൽ ഇത് ഏത് തരത്തിലുള്ള മൂവിയാണ്? ഇപ്പോൾ ചിലർ വരുന്നത് റീമേക്കാണ്, അല്ലെങ്കിൽ വീണ്ടും സെക്കൻഡ് പാർട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കോമഡി സിനിമയാണ്, എന്താണ് ഗീതാഞ്ജലി എന്ന സിനിമ ശരിക്കും? ഞാൻ ചിത്രത്തെപ്പറ്റി കൂടുതലൊന്നും പറയുന്നത് ശരിയല്ല, പക്ഷേ ഇതൊരു റീമേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയൊന്നും അല്ല. ഡോക്ടർ സണ്ണി വരുന്നു, ഓക്കെ. ഡോക്ടർ സണ്ണി പുതിയൊരു കേസിന് വേണ്ടി വരുന്നു, പുതിയൊരു കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നു. അവിടെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഇൻസിഡൻസ് അന്വേഷിക്കാനായിട്ട് അദ്ദേഹം വരുന്നു അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഈ അതിൻ്റെ അകത്തുള്ള ഒരു സംഭവങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. വേറൊരു എന്താ പറയേണ്ടത്, ഈ എന്താ പറയുക, മോഹൻലാൽ കോമ്പിനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അത് ഇതിൽ ഈ ഫിലിമിൽ ഉണ്ടോന്നാണ്? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനകത്ത് ഒന്നും വേണ്ട, ഒരു ഗ്യാപ്പിന് ശേഷം ഇന്നസെൻ്റ് ഏട്ടൻ വരുന്നു മലയാള സിനിമയിൽ, ഓക്കെ. ആ ഇന്നസെൻ്റ് ഏട്ടൻ ഇത്രയും നാളും ജീവിതത്തിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഗംഭീര വേഷങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഇത്. പിന്നെ ഇന്നസെൻ്റ് ഏട്ടനെ കൊണ്ട് ആരും വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നും ചെയ്യിക്കില്ലെന്നറിയാമല്ലോ. ഈവൻ കേളി എന്ന് പറഞ്ഞ ഭരതൻ സാറിൻ്റെ പടത്തിൽ അദ്ദേഹം വില്ലനായിട്ട് അഭിനയിച്ചപ്പോൾ പോലും നമുക്ക് അതിനകത്ത് ഒരു ഹ്യൂമറായിട്ടുള്ളൊരു വില്ലനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് കംബാക്ക് തന്നെയാണ് ഈ പടം. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വീണ്ടും അഭിനയിക്കാൻ പറ്റുന്നതും അദ്ദേഹം വീണ്ടും മലയാള സിനിമയിലോട്ട് വരുന്നതും മലയാള സിനിമയുടെ തന്നെ ഒരു ഭാഗ്യം, മലയാള സിനിമ പ്രേക്ഷകരുടെ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്, ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമ്മളുമായിട്ട് ചിലവഴിച്ച മഹേഷ് ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം മഹേഷ് എന്ന് പറഞ്ഞ ആക്ടറുടെ ഒരു റീഡിഫൈൻ, മറ്റൊരു തരത്തിൽ മഹേഷ് ചേട്ടന് ഏറ്റവും നല്ലൊരു കഥാപാത്രം ആയിട്ട് വീണ്ടും ഒരു ശക്തമായ കഥാപാത്രമായിട്ട് തിരിച്ചു വരണം. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മഹേഷ് ചേട്ടനല്ലാതെ വേറൊരു മഹേഷ് ചേട്ടനെ നമുക്ക് സമ്മാനിക്കാൻ ഡയറക്ടേഴ്സും
തീർച്ചയായിട്ടും നമുക്ക് സമ്മാനിക്കണം അതെ മോനെ എനിക്ക് കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്തേക്ക്. ഞാൻ ആരുടെങ്കിലും അതല്ല, ഈ ക്യാമറ കൂടി അടുത്ത് കട്ട് പറഞ്ഞിട്ട് അടുത്ത് ചോദിക്കാൻ പോണ ചോദ്യം അതാണ് മഹേഷേട്ടാ അടുത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരെങ്കിലും കാണുകണ്ടിട്ട് അങ്ങനെങ്കിലും എന്നോടൊരു ദയ തോന്നിയിട്ട് എന്തായാലും ഇപ്പം ഒരു ബോംബ് ഞാൻ അറിയാണ്ട് തന്നെ പൊട്ടി. ഇതാണ് ഈ പുരുട്ടാതിക്കാരാണ് പുരുട്ടാതി പിറന്ന പുരുഷൻ വലിയ പ്രശ്നമാണ്. ഞാന് മണിയമ്പിള്ള, രാജു, ശ്രീനിവാസൻ ഇതെല്ലാം പൂരിട്ടാതികളാ നാവ് എന്തെങ്കിലും പടക്കം ഒരിക്കൽ പൊട്ടി. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഇന്റർവ്യൂവിന് വന്നിരുന്നത്. വായിന്ന് ഒരു മോശമായ ഒരു കാര്യം വരരുത് എന്ന്. എന്തായാലും നമ്മളെല്ലാവരും താങ്ക് യു സോ മച്ച്. എനിവേ സത്യസന്ധമായി മനസ്സുകൊണ്ടാണ് ഹാവിംഗ് മീ. കേട്ടോ. താങ്ക് യു സോ മച്ച്.